ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റaysuworld സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ. നമ്മൾ കുറച്ചധികം തക്കാളിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ഭാഗങ്ങളായിട്ട് ചീച്ചിൽ വരും. അപ്പോൾ വാങ്ങിയാലും പകുതി ഭാഗം നമുക്ക് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ കുറച്ചധികം നാൾ എങ്ങനെ ഈ തക്കാളി നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തക്കാളിയിൽ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ചീച്ചിലുണ്ടായിരുന്നു. ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നന്നായി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തക്കാളി മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിള വന്നു കഴിഞ്ഞാൽ ഇതൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് അതേപോലെ തന്നെ വെക്കാം കേട്ടോ. 2 മണിക്കൂറിന് ശേഷം നോക്കിയാൽ തക്കാളിയിൽ ഇതുപോലെ തോലൊക്കെ ഇങ്ങനെ വിണ്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ തക്കാളിയിലൊക്കെ വെള്ളത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഞാൻ തക്കാളിയൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോല് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ തോല് ഇതുപോലെ എടുത്തിട്ട് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള ആ സെൻറ്ററിലുള്ള ആ കറുപ്പ് ഭാഗം ഉണ്ടല്ലോ, അതും നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. സ്പൂൺ വെച്ചിട്ടോ അതുപോലെ തന്നെ കത്തി വെച്ചിട്ടൊക്കെ ആ ഭാഗം നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. എല്ലാ തക്കാളിയും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ തക്കാളിയും ഇവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണ്ട, ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇതെവിടെ ഞാൻ ആ തക്കാളിയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ തക്കാളിയിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം കളയാനായിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം നമുക്ക്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എപ്പോഴും ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ വറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഈ പരുവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് തക്കാളി നല്ലപോലെ ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിൽ നമുക്ക് മാറ്റി കൊടുക്കണം. ആ പാത്രം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ തീരെ നനവ് ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നല്ലൊരു അടച്ചുറപ്പുള്ളൊരു മൂടി നമുക്ക് ഈ പാത്രത്തിന് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇതല്ലാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ടൈറ്റുള്ളൊരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇനി ഇത് കറികൾക്കൊക്കെ എടുക്കണേക്കാളും ഒരു 15 മിനിറ്റ് മുന്നെങ്കിലും നമ്മളിത് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഫ്രീസറിൽ നിന്ന് ഞാനൊരു 15 മിനിറ്റ് മുന്നേ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണിലും നനവുണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. ഈ രീതിയിൽ തക്കാളിയൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ തന്നെ നമുക്ക് ഒരു കേടും കൂടാതെ തക്കാളി ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ എല്ലാവരും ഇതൊന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക കൂടി വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.